ഓക്കെ, നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറാണ്. ഈ ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നമ്മളെ ബേസ്ഡ് ഓൺ കണക്ഷനാണ്. സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, അതേപോലെ ബ്രിഡ്ജ് കണക്ഷൻ. ബ്രിഡ്ജിൽ 2 ടൈപ്പ് വരുന്നുണ്ട്: സിംഗിൾ ഫേസും ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറും സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സീരീസ് ഇൻവെർട്ടറും പാരലൽ ഇൻവെർട്ടറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിൽ 2 തൈരിസ്റ്ററും 2 ഡയോഡാണ് വരിക. പക്ഷെ ഇത് നമ്മൾ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ആകുമ്പോൾ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. അതെന്ത് ചെയ്യും? 4 തൈരിസ്റ്ററും 4 ഡയോഡും നമുക്ക് അവൈലബിൾ ആയിരിക്കും. 2 ടൈപ്പ് ലോഡ് വരുന്നുണ്ട്. റെസിസ്റ്റൻസ് ലോഡ് മാത്രമുള്ളതുകൊണ്ട് റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് ലോഡുള്ള ടൈപ്പുണ്ട്. RL ടൈപ്പ് ലോഡും ഉണ്ട്, ആർ ലോഡ് മാത്രമുള്ളതുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർ ലോഡ് മാത്രമാണ്. നമുക്കിവിടെ ഫിഗറിൽ കാണാം. ഫിഗറിൽ എന്തുണ്ട്? 4 തൈരിസ്റ്ററും 4 ഡയോഡും ഒരു ലോഡായിട്ട്, ഒരു റെസിസ്റ്റീവ് ലോഡുമായിട്ടാണ് നമ്മളിവിടെ കാണിച്ചത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഫിഗറിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളെ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ ഫിഗർ പറയുന്നത്. ഇതിൽ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത് 4 തൈറിസ്റ്ററാണ്: T1, T2, T3, T4 എന്ന 4 തൈറിസ്റ്റർ. അതേപോലെ എന്തുണ്ട്? 4 ഡയോഡുണ്ട്: D1, D2, D3, D4. മുന്നേ നമ്മൾ പറഞ്ഞ പോലെ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് കൺവെർട്ടറിൽ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? തൈറിസ്റ്ററും ഡയോഡും കണക്ട് ചെയ്തിട്ടുള്ളത്. തൈറിസ്റ്റർ എന്താണ്? ആൻറ്റി പാരലലായിട്ടാണ് നമ്മൾ ഡയോഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫിഗറിൽ കാണാം. തൈറിസ്റ്ററിന് ആൻറ്റി പാരലലായിട്ടാണ് ഡയോഡ് കാണിച്ചത്. അപ്പോൾ എന്താ, മൊത്തം 4 ഡയോഡും 4 തൈറിസ്റ്ററും ഉണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡ് പറഞ്ഞാൽ ആർ ലോഡാണ്, അതായത് റെസിസ്റ്റീവ് ലോഡാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇൻപുട്ടിലൊരു DC സപ്ലൈ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് നമ്മളെ ഫിഗറിൽ വരുന്ന കാര്യങ്ങൾ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം. നമ്മളെ ഈ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് എന്താണ്? ഇത് നമ്മളെ മുന്നേ ഡിസ്കസ് ചെയ്ത സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ എന്തായിരുന്നത്? 3 വയർ DC സപ്ലൈ ആയിരുന്നു. നമുക്കറിയാം 3 വയർ വരുന്നുണ്ട്. നമ്മുടെ സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ പോലെ അതിലെന്തുണ്ട്? ട്രാൻസ്ഫോമർ പോലെ എന്തുണ്ട്? അതിലും 3 വയർ വന്നിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്നു, ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. അത് നമ്മൾ ഓവർകം ചെയ്ത് എങ്ങനെയാണ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യൂസിങ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മളെ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറാണ്. നമ്മളവിടെ 3 വയർ യൂസ് ചെയ്യുന്നത്. നമ്മൾ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ വരെ 3 DC സപ്ലൈക്ക് 3 വയർ യൂസ് ചെയ്യുന്നുണ്ട്. അതതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യുന്നൊരു സിസ്റ്റമാണ് എന്ത്? ഫുൾ ബ്രിഡ്ജ് സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇതെന്താണ്? 2 വർക്കിംഗ് ഉണ്ട്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള വർക്കിംഗ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള വർക്കിംഗ് ഉണ്ട്. അറ്റ് എ ടൈമിൽ എന്താണ്? 2 തൈറിസ്റ്റർ മാത്രം എന്ത് ചെയ്യൂ? കണ്ടക്ട് ചെയ്യും. നമുക്ക് മൊത്തം നമ്മളെ 4 തൈറിസ്റ്റർ ഉണ്ട്. അറ്റ് എ ടൈം എന്ത് ചെയ്യും? 2 എണ്ണം മാത്രമേ കണ്ടക്ട് ചെയ്യൂ. അത് ഓഫായിട്ട് വന്നാൽ എന്ത് ചെയ്യുക? അടുത്തേ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൾ നമുക്ക് കണ്ടക്ട് ചെയ്യുന്ന തൈറിസ്റ്റർ പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് T1ഉം T2 ആയിരിക്കും എന്ത് ചെയ്യുക? ഒരു പെയറിൽ കണ്ടക്ട് ചെയ്യുക. ഫസ്റ്റ് ടൈം എന്തായിരിക്കും? T1ഉം T2 കണ്ടക്ട് ചെയ്യും. അടുത്തതിൽ എന്തായിരിക്കും? T3ഉം T4ഉം കണ്ടക്ട് ചെയ്യും. അതേപോലെ പറഞ്ഞ് നമുക്ക് മൊത്തം 4 തൈറിസ്റ്റർ ഉണ്ട്. എന്തെങ്കിലും ആ ഒരു പെയറായിട്ടാണ് കണ്ടക്ട് ചെയ്യുക. ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന പെയർ പറഞ്ഞാൽ T1ഉം T2ഉം. പിന്നെ T1ഉം T2ഉം ഒന്നെങ്കിൽ സെൽഫ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ വഴി ഓഫാക്കിയിട്ട് പിന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഏതാണ്? T3ഉം T4 ആണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ 2 മോഡ് ഓപ്പറേഷൻ ഉണ്ട്. മോഡ് 1 ഉണ്ട്, T1ഉം T2 കണ്ടക്ട് ചെയ്യുന്ന മോഡും. അതിൽ മോഡ് 2 എന്ന് പറഞ്ഞാൽ T3ഉം T4ഉം കണ്ടക്ട് ചെയ്യുന്ന മോഡ്. അത് നമ്മൾ പറഞ്ഞത് ഇവിടെ മൊത്തം 4 ഡയോഡ് ഉണ്ട്. D1, D2, D3, D4 ഉണ്ട്. അതുപോലെ എന്ത്? D1ഉം D1ഉം ഫിഗറിൽ കാണാം. എന്ത് ചെയ്തിട്ടുണ്ട്? D1ഉം D4ഉം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ T1ഉം T4ഉം ആൻറ്റി പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്ത്? D3ഉം D4ഉം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ T3ക്കും T2ക്കും എന്ത് ചെയ്യുന്നുണ്ട്? ആൻറ്റി പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കറണ്ട് നമ്മൾ തൈറിസ്റ്റർ ഓഫാക്കി എന്ത് ചെയ്യും? ആ ടൈമിൽ ഈ ഡയോഡായിരിക്കും എന്ത് ചെയ്യുക? അവരുടെ കറണ്ടിനെ കടത്തി വിടുക. അപ്പം എന്തെങ്കിലും കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്തായിട്ടാണ് ഇവിടെ നമ്മൾ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഡയോഡ് എന്തായിട്ടാണ് കണക്ട് ചെയ്തത്? തൈറിസ്റ്ററിന് ആൻറ്റി പാരലലായിട്ടാണ് കണക്ട് ചെയ്തത്. അതേപോലെ എന്ത് ചെയ്യും? അത് കറണ്ടിനെ ക്യാരി ചെയ്യും. എപ്പോൾ നമ്മൾ തൈറിസ്റ്റർ ഓഫ് ആകുന്ന ടൈമിൽ എന്ത് ചെയ്യും? അത് കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ളൊരു പാത്തായിട്ടും അത് ആക്ട് ചെയ്യും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മോഡ് 1ൻ്റെ വർക്കിംഗ് നോക്കാം. മോഡ് 1-ലാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കണ്ടക്ട് ചെയ്യുന്ന കാണിക്കാണ് T1ഉം T2 ആണ് എന്ത് ചെയ്യുക? നമുക്ക് മോഡ് 1-ൽ കണ്ടക്ട് ചെയ്യുക. അതായത് മോഡ് 1-ൽ കണ്ടക്ട് ചെയ്യുന്ന തൈറിസ്റ്റർ പറഞ്ഞാൽ T1ഉം T2 ആണ് നമുക്ക് കണ്ടക്ട് ചെയ്യുക. T1ഉം ഈ T2 ആണ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഇൻപുട്ടിലെ സപ്ലൈ കൊടുത്തു, DC സപ്ലൈ ആണ്. അപ്പോൾ സപ്ലൈ നേരെ പോസിറ്റീവ് വഴി വന്നു, നേരെ എന്ത് ചെയ്തിട്ടുണ്ട് T1 കയറി, T1 കൂടെ നേരെ എന്ത് ചെയ്തിട്ടുണ്ട് ലോഡ് കൂടെ വന്നു, ലോഡ് നേരെ T2 അതിൻ്റെ പാത്ത് എന്ത് ചെയ്തത് കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മളെ മോഡ് 1 T1 T2 കണ്ടക്ട് ചെയ്തിട്ടുള്ള കറണ്ട് ഫ്ലോൻ്റെ പാത്ത്. ഈ ടൈമിൽ നമ്മൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ഫിഗറിൽ. ഇതിവിടെ പോസിറ്റീവ് ആണ്, അതേപോലെ എന്തുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചാൽ നമ്മളെന്ത് മോഡ് 1 T1 T2 കണ്ടക്ട് ചെയ്യുന്ന ടൈമുള്ള തൈറസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ പാത്തും കാണിച്ചിട്ടുണ്ട്. അറ്റ് ടൈം എന്തായിരിക്കും ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. കാരണം കറണ്ടിൻ്റെ ഫ്ലോ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അതായത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ട് എന്തായിരിക്കും നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ കറണ്ടിനും വോൾട്ടേജും എന്തായിരിക്കും സെയിം വേവ് ഫോം ആയിരിക്കും. കാരണം ഇവിടെ യൂസ് ചെയ്യുന്ന ലോഡ് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ലോഡാണ്. റെസിസ്റ്റൻസ് ലോഡിൽ കറണ്ടും വോൾട്ടേജ് എന്താണ് ഇൻ ഫേസ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡ് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ലോഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും നമുക്ക് വേവ് ഫോമിൽ കറണ്ടിനും റെസിസ്റ്റൻസിനും വോൾട്ടേജും എന്തായിരിക്കും ഒരേ വേവ് ഫോം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ മോഡ് 1 എന്തായാലും നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത് T1 T2 ആണ്. നമ്മൾ സാധാ ഡയോഡ് പോലെ എന്തെയില്ല സപ്ലൈ കൊടുത്താൽ തൈറസ് എന്തെയില്ല കണ്ടക്ട് ചെയ്യില്ല. അതിൽ ഗേറ്റ് സപ്ലൈ കൊടുത്താൽ എന്തെങ്കിലും ജസ്റ്റ് ഫോർവേഡ് ബയസ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. സപ്ലൈ കൊടുത്ത് ഗേറ്റ് പൾസ് കൂടി കൊടുത്താൽ മാത്രം എന്ത് ചെയ്യും നമ്മളെ തൈറസ് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓൺ ആവും. അപ്പോൾ അതേപോലെ എന്ത് നമ്മൾ ജസ്റ്റ് സപ്ലൈ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്ത് തൈറസ് T1 T2 ഗേറ്റ് പൾസ് കൊടുത്ത് T1 T2 ഓൺ ആക്കി. അപ്പോൾ എന്ത് ചെയ്യും T1 T2 കണ്ടക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും ഔട്ട്പുട്ടിൻ്റെ വേവ് ഫോമിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കറണ്ടിൻ്റെ പാത്ത് പറഞ്ഞാൽ നേരെ ഉണ്ടാകും T1 ലോഡ് T2 അതിൻ്റെ പാത്ത് എന്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മോഡ് 1 കണക്ഷൻ നടക്കുന്നത്. അതേ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും ഡയോഡ് തൈറസ്റ്റായ T1 T2 ഓഫായിട്ട് എന്ത് ചെയ്യും നമ്മൾ കറണ്ടിൻ്റെ പാത്ത് അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ തൈറസ് ഓണായുള്ള കണ്ടീഷനിൽ പറഞ്ഞു. ഓണാകുന്ന ടൈമിൽ എന്തായിരിക്കും സപ്ലൈ നേരെ വന്ന് പോസിറ്റീവ് നേരെ വന്ന് കറണ്ട് T1 വഴി ലോഡ് വഴി T2 വഴി എന്തെങ്കിലും നൈറ്റിലെത്തി അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. ആ ടൈമിൽ T1 T2 എന്തായിരിക്കും ഫോർവേഡ് ബയസ് ആയിരിക്കും. ഗേറ്റ് പൾസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും T1 T2 കണ്ടക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ തൈറസ്റ്റർ എന്ത് ചെയ്യും T1 T2 കണ്ടക്ട് ചെയ്യും. കറണ്ടിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. എത്ര ടൈം തൈറസ്റ്റർ ഓഫായാൽ എന്ത് ചെയ്യും നമ്മൾ കറണ്ട് ഫ്ലോൻ്റെ പാത്ത് കാരണം എന്തായിരിക്കും D2 വഴി ലോഡ് വഴി D1 വഴി ആയിരിക്കും എന്ത് ചെയ്യുക നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് തൈറസ്റ്റർ ഓഫായി T1 T2 കണ്ടക്ട് ചെയ്യുന്ന എന്ത് ചെയ്യും തൈറസ്റ്റർ ഓഫായ എന്ത് ചെയ്യും D2 വഴി ലോഡ് വഴി D1 വഴി എന്ത് ചെയ്യും അതിൻ്റെ പാത്ത് അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുക തൈറസ്റ്റർ ഓഫാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡയോഡ് യൂസ് ചെയ്യുന്നത്. ഒരു ഫീഡ്ബാക്കിനുള്ളൊരു പാത്തായിട്ടാണ് നമ്മളിവിടെ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അതായത് തൈറസ്റ്റർ ഓഫായാൽ കറണ്ടിന് പോകാനുള്ളൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡയോഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റ ടൈം നമ്മളെന്ത് മോഡ് 1 പറഞ്ഞത്. ഇനി നമുക്ക് മോഡ് 2 കണക്ഷൻ നോക്കാം, വർക്കിംഗ് നോക്കാം. അടുത്ത നമ്മൾ കണ്ടീഷൻ എന്തായിരിക്കും നമുക്ക് T1 T2 എന്തായാലും നമ്മൾ ഒന്നെങ്കിൽ സെൽഫ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനോ കൊടുത്തിട്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. അടുത്ത നമ്മൾ കണ്ടക്ട് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് T3 അതേപോലെ T4 ആണ് കണ്ടക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യും സപ്ലൈ കൊടുത്താൽ എന്ത് ചെയ്യും പോസിറ്റീവ് സപ്ലൈ നേരെ വന്ന് എന്ത് ചെയ്യും T3 വഴി നേരെ ലോഡ് വഴി എന്ത് ചെയ്യും T4 വഴി അതിൻ്റെ പാത്ത് അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത് നെക്സ്റ്റ് മോഡാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് T1 T2 കണ്ടക്ട് ചെയ്ത് അതിനെ നമ്മൾ ഓഫാക്കി, അതായത് സെൽഫ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ കൊടുത്ത് അതിനെ ഓഫാക്കിയപ്പോൾ എന്ത് ചെയ്ത് അതിൻ്റെ ഇവിടെ കറണ്ടിന് പോകാനുള്ള പാത്തായിട്ട് അവിടെ ഡയോഡ് D2 D1 ഒരു പാത്തായിട്ട് ആക്ട് ചെയ്ത്. പിന്നെ അതേപോലെ അടുത്ത് നമുക്ക് പറഞ്ഞാൽ T3 T4 കണ്ടക്ട് ചെയ്യണം. T3 T4 കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ സപ്ലൈ കൊടുത്തു. സപ്ലൈ നേരെ വന്ന് എന്ത് ചെയ്തു T3 വഴി നേരെ ലോഡ് വഴി T4 വഴി ലോഡിൻ്റെ പാത്ത് എന്ത് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തത് കറണ്ടിൻ്റെ പാത്ത് അത് കംപ്ലീറ്റ് ചെയ്ത്. ഇതിനെന്തായിരിക്കും ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും നമുക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടുക. കാരണം നമുക്ക് ഓൾറെഡി അറിയാം നമ്മളെ കറണ്ട് ഫ്ലോ നെഗറ്റീവും പോസിറ്റീവാണ്. ഇപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. സോ ഔട്ട്പുട്ടിലെ കറണ്ട് പറഞ്ഞാൽ നെഗറ്റീവ് കറണ്ട് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഇതേപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞത് T3 T4 സപ്ലൈ കൊടുത്താൽ ജസ്റ്റ് എന്ത് ചെയ്യാം ഫോർവേഡ് ബയസ് ആവുകയുള്ളൂ. കണ്ടക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഗേറ്റ് പൾസ് കൊടുക്കണം. ഗേറ്റ് പൾസ് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യും T3 T4 കണ്ടക്ട് ചെയ്യും. അപ്പോൾ മോഡ് 2 എന്ത് ചെയ്യും നമ്മൾ T3 T4 ഫോർവേഡ് ബയസ് അതിന് ശേഷം എന്ത് ചെയ്യും ഗേറ്റ് പൾസ് കൊടുത്ത് അതിനെ കണ്ടക്ട് ചെയ്ത്. അപ്പോൾ T3 T4 കണ്ടക്ട് ചെയ്തു. ലോഡിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ എന്തായിരിക്കും നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. കാരണം കറണ്ട് ഫ്ലോ പറഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ്. അതേപോലെ ആ ടൈമിൽ നമ്മൾ T3 T4 എന്തേ കാരണത്തിൽ ഓഫായ എന്ത് ചെയ്യും അതിൻ്റെ കറണ്ട് ഫ്ലോൻ്റെ പാത്ത് കാരണം എന്തായിരിക്കും D4 ലോഡ് D3 ആയിരിക്കും. ഇപ്പോൾ എന്തേ കാരണത്താൽ നമ്മളെ T3
T4 ഓഫ് ചെയ്യാതെ സെൽഫ് കമ്മ്യൂട്ടേഷനിലെ ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ കാരണം നമ്മളെ T3യും തൈറസ് T3യും T4 ഓഫ് ആയാൽ എന്ത് ചെയ്യും, നമ്മൾ കറണ്ട് ഫ്ലോൻ്റെ പാത്ത് പറഞ്ഞാൽ D4 ലോഡ് D3 ആയിരിക്കും. അതായത് D4 ലോഡ് D3 എന്ത് ചെയ്യും, അതിൻ്റെ പാത്തത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളെ എന്ത് സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടറിൻ്റെ 2 മോഡ് ഓഫ് വർക്കിംഗ്. ഫസ്റ്റ് മോഡ് എന്താണ്, T1ഉം T2ഉം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഗേറ്റ് പൾസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കണ്ടക്ട് ചെയ്യും. ആ ടൈമിൽ അത് ഓഫായാൽ എന്ത് ചെയ്യും, അതിൻ്റെ കറണ്ട് ഫ്ലോ പറഞ്ഞിരിക്കുകയാണെങ്കിൽ D2 ലോഡും D1 ആയി പാത്തിൽ നിന്ന് അതിൻ്റെ കറണ്ട് ഫ്ലോ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. അതിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. അതേപോലെ അടുത്തതിൽ T1ഉം T2 നമ്മൾ സെൽഫ് കമ്മ്യൂട്ടേഷനിലെ ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ എടുത്ത് ഓഫാക്കുമ്പോൾ എന്ത് ചെയ്യും, T3യും T4 നമ്മൾ ഓണാക്കും. അതായത് ഗേറ്റ് പൾസ് എടുത്ത് ഓണാക്കും. ആ ടൈമിൽ കറണ്ട് ഫ്ലോ പറഞ്ഞാൽ T3 ലോഡ് T4 ആയിരിക്കും. ഈ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. കാരണം നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ. ആണ് ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. ഇൻ കേസ് T3യും T4 ഓഫ് ആയാലും എന്ത് ചെയ്യും, നമ്മുടെ ഡയോഡ് കറണ്ട് ഫ്ലോൻ്റെ പാത്ത് പറഞ്ഞാൽ D4 ലോഡ് D3 വഴി ആയിരിക്കും എന്ത് ചെയ്യുക, കറണ്ട് അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ് വരുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വേവ് ഫോം നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെന്ത് ചെയ്തത്, സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ വേവ് ഫോമായിട്ട് വരുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കിതൊന്ന് നോക്കാം. ഇത് 2 തൈറിസ്റ്ററാണ്, മൊത്തം 4 തൈറിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. T1 T2 T3 T4. ഫസ്റ്റ് കാണിച്ചത് നമ്മളെ T1ഉം അതേപോലെ T2ൻ്റെയാണ് കാണിച്ചത്. അതിലെന്തായിരിക്കും, പോസിറ്റീവ് സൈക്കിൾ എന്തായിരിക്കും, T1 T2 ഓൺ ആയിരിക്കും. അതേപോലെ നെഗറ്റീവ് സൈക്കിൾ എന്തായിരിക്കും, ഓഫായിരിക്കും. അടുത്തതിൽ എന്തെയും പിന്നെയും ഓണാവും, അടുത്തതിൽ എന്തെയും പിന്നെയും ഓഫ്. അതേ സൈക്കിൾ കാരണം പോസിറ്റീവ് നെഗറ്റീവ് ആണ്. പോസിറ്റീവിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് T1ഉം T2ഉം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവിൽ അത് ഓഫ് ആവുന്നുണ്ട്. അടുത്തതിൽ T1ഉം T2ഉം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവിൽ അത് ഓഫ് ആവുന്നുണ്ട്. ഇതാണ് നമ്മളെ T1ഉം T2ൻ്റെ വേവ് ഫോം വരുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏതാണ്, T3യും T4ൻ്റെയാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് സൈക്കിൾ നമുക്ക് T3യും T4ഉം ഓഫാണ്. അപ്പോൾ അത് എന്തായിരിക്കും, 0 ആയിരിക്കും ഉണ്ടാവുക. അടുത്ത നെഗറ്റീവ് സൈക്കിൾ എന്ത് ചെയ്യും, T3യും T4ഉം കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ വേവ് ഫോം കിട്ടും. അടുത്തത് എന്ത് ചെയ്യും, നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ പിന്നെയും 0 ആവും അല്ലെങ്കിൽ ഓഫ് ആവും. പിന്നെ എന്ത് ചെയ്യും, അടുത്ത പോസിറ്റീവ് നെഗറ്റീവ് സൈക്കിൾ എന്ത് ചെയ്യും, പിന്നെയും T3യും T4ഉം കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മളെ തൈറിസ്റ്ററിൻ്റെ വേവ് ഫോമായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജിൻ്റെ വേവ് ഫോം നോക്കാം. ഇതിൽ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വേവ് ഫോം എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡ് പറഞ്ഞാൽ റെസിസ്റ്റീവ് ലോഡാണ്. റെസിസ്റ്റൻസ് ലോഡിൽ എന്തായിരിക്കും, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. അപ്പോൾ വേവ് ഫോമും സെയിം ആയിരിക്കും. എന്തായിരിക്കും, നമ്മളെ വോൾട്ടേജ് എന്തായാലും പോസിറ്റീവ് സൈക്കിൾ എന്തായാലും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ പോസിറ്റീവാണ്. കാരണം പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ വന്നത്. അപ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവ് സൈക്കിൾ നമുക്ക് പോസിറ്റീവ് വോൾട്ടേജ് കിട്ടി. നെഗറ്റീവ് സൈക്കിളിൽ എന്ത് കറണ്ട് ഫ്ലോ പറഞ്ഞാൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കായിരുന്നു. അപ്പോൾ നെഗറ്റീവിൽ വേവ് ഫോം കിട്ടി. അടുത്തത് പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പോസിറ്റീവ്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് നെഗറ്റീവ്. അതായത് ഫസ്റ്റിൽ നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത് എന്താ, T1ഉം T2 ആണ് കണ്ടക്ട് ചെയ്ത്. ആ ടൈമിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ പോസിറ്റീവാണ്. അടുത്ത എന്ത് ചെയ്ത് T3യും T4ഉം കണ്ടക്ട് ചെയ്ത്. ആ ടൈമിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ നെഗറ്റീവാണ്, നമുക്ക് നെഗറ്റീവ് കിട്ടി. അടുത്തതിൽ പറഞ്ഞാൽ പിന്നെയും T1 T2 കണ്ടക്ട് ചെയ്ത്. പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, T3 T4 കണ്ടക്ട് ചെയ്ത്. അതിൻ്റെ വേവ് ഫോം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടറിൻ്റെ വർക്കിംഗ് പറയാനുള്ളത്. പക്ഷേ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതേ സാധനം തന്നെ, ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടർ വിത്ത് RL ലോഡാണ്. റെസിസ്റ്റൻസ് ലോഡിൻ്റെ കൂടെ ഒരു ഇൻഡക്റ്റീവ് ലോഡ് കൂടി വരുമ്പോഴുള്ള വർക്കിങ്ങുള്ള വ്യത്യാസമാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമ്മളെ അടുത്തത് ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടർ വിത്ത് RL ലോഡാണ്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചത്. ഈ ഫിഗറിൽ ജസ്റ്റ് ഒരു വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ഒരു ഇൻഡക്ടറും കൂടിയും വരും, വേറൊരു വ്യത്യാസമില്ല. മുന്നേ പറഞ്ഞ പോലെ എന്തായാലും നമുക്ക് 4 തൈറിസ്റ്റർ ഉണ്ട്, T1 T2 T3 T4. 4 ഡയോഡ് ഉണ്ട്, D1 D2 D3 D4. T1ഉം T4ഉം എന്ത് ചെയ്തിട്ടുണ്ട്, ആൻറ്റി പാരലലായിട്ട് D1ഉം D4 കണക്ട് ചെയ്തിട്ടുണ്ട്. T3യും T2ക്കും ആൻറ്റി പാരലലായിട്ട് D3യും D2 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ അക്രോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് ലോഡ് ഉള്ളത്. ലോഡ് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് ലോഡുമാണ്. നമുക്കറിയാം ഇൻഡക്ടർ എന്ത് ചെയ്യും, മറ്റേ ടൈം ചാർജ് ചെയ്യും, അടുത്ത സൈക്കിൾ എന്ത് ചെയ്യും, അത് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അതിലൊരു വ്യത്യാസമാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് നമുക്ക് വർക്കിംഗ് നോക്കാം. ഫസ്റ്റിൽ എന്ത് ചെയ്യും, T1ഉം T2ഉം കണ്ടക്ട് ചെയ്യും. T1ഉം T2ഉം കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ജസ്റ്റ് ഇതിലെ വന്ന് T1 കൂടെ വന്ന് ലോഡ് കൂടെ കയറി T2 കൂടെ വന്ന് എന്ത് ചെയ്യും, അതിൻ്റെ പാത്തത് കംപ്ലീറ്റ് ചെയ്യും. ഈ ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ കറണ്ട് ഫ്ലോ പറഞ്ഞാൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആണെന്നാണ് നമുക്ക് ഓൾറെഡി അറിയാം, പോസിറ്റീവ് നെഗറ്റീവാണ്. ഈ ടൈം എന്ത് ചെയ്യും, നമ്മൾ ഇൻഡക്ടർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഇൻഡക്ടർ എന്ത് ചെയ്യും, ഫസ്റ്റ് T1ഉം T2ഉം കണ്ടക്ട് ചെയ്യുന്ന ഗേറ്റ് പൾസ് കൊടുത്ത്
കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ ചെയ്യും അത് ചാർജ് ചെയ്യും. അതേപോലെ നമ്മൾ തൈറോസ്റ്റർ T1ഉം T2നും ഓഫ് ആകുമ്പോഴത്തേക്കും ഓഫാക്കുമ്പോൾ അതിൻ്റെ പാത്ത് പറഞ്ഞാൽ കറണ്ട് ഫ്ലോൻ്റെ പാത്ത് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഇൻഡക്ടർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അതായത് നേരത്തെ നമ്മൾ T1ഉം T2ഉം കണ്ടക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്ത് ഇൻഡക്ടർ ചാർജ് ചെയ്താൽ ഉണ്ടായത്. അടുത്തതിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക, ഈ ഒരു ഡയറക്ഷനിലേക്ക് ഉണ്ടാവുക. മുന്നേ നമുക്ക് കണ്ടക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്യുമ്പോൾ എന്താണ് കറണ്ട് ഫ്ലോ പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനായിരുന്നു കറണ്ട് ഫ്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറണ്ട് ഫ്ലോ പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് മാറി. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് ഇവിടെ പോകുന്നത്. ആ ടൈമിൽ കറണ്ട് ഫ്ലോ പറഞ്ഞിരിക്കുകയാണെങ്കിൽ D2 വഴി ഇൻഡക്ടർ വഴി D1 വഴി എന്ത് ചെയ്യും, അതിൻ്റെ ഭാഗത്ത് അത് കംപ്ലീറ്റ് ചെയ്യും. അതായത് അറ്റ് എ ടൈം പോസിറ്റീവിൽ T1ഉം T2ഉം കണ്ടക്ട് ചെയ്ത് ഇൻഡക്ടർ ചാർജ് ചെയ്ത് അടുത്തത് എന്ത് ചെയ്യും, T1ഉം T2 ഓഫായപ്പോൾ എന്ത് ചെയ്യും, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്തപ്പം D2 വഴി D1 വഴി എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കറണ്ട് ഫ്ലോ പാത്തത് കംപ്ലീറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് വഴി കംപ്ലീറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് ഡയോഡ് വഴി കംപ്ലീറ്റ് ചെയ്ത് അടുത്തത് വരുമ്പോൾ എന്തായിരിക്കും, നമ്മൾ സപ്ലൈ കൊടുത്തു, നേരെ വന്ന് T3 വഴി ഇൻഡക്ടർ ലോഡ് വഴി D4 വഴി എന്ത് ചെയ്യുക, അതിൻ്റെ പാത്തത് കംപ്ലീറ്റ് ചെയ്ത് ഈ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇൻഡക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്യുക ചെയ്തത്. പക്ഷേ കറണ്ട് ഫ്ലോ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ആണ് ഉള്ളത്. ഈ ടൈമിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കുന്നുണ്ടാവുക. കാരണം നമുക്ക് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലെയാണ് കറണ്ട് ഫ്ലോ വന്നത്. ആ ടൈമിൽ ഇൻഡക്ടർ ചാർജ് ചെയ്ത് അടുത്ത എന്തെങ്കിലും നമ്മൾ T3ഉം T4ഉം ഓഫാക്കി എന്ത് ചെയ്യും, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തത് T3ഉം T4ഉം ജസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കിയത്. രണ്ട് മോഡാണ്. മോഡ് 2ൽ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് ഒക്കെ മറ്റെല്ലാം സെയിം ആണ്. ജസ്റ്റ് ഒരു ഇൻഡക്ടർ വരുമ്പോഴൊരു വ്യത്യാസമാണ്, ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആണ് വ്യത്യാസം വരുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് മോഡിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, T1ഉം സപ്ലൈ വന്ന് T1 വഴി ലോഡ് വഴി T2 വഴി എന്ത് അതിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിൽ കറണ്ട് ഫ്ലോ പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. ഇൻഡക്ടർ എന്ത് ചെയ്യും, നമുക്ക് ചാർജ് ചെയ്യും. അതേപോലെ ആ ടൈമിൽ എന്ത് ചെയ്യും, നമ്മളെ തൈറസ്റ്റർ ഓഫാക്കി, അതായത് T1ഉം T2 ഓഫായി എന്ത് ചെയ്യും, നമ്മളെ ഇൻഡക്ടറിൻ്റെ അതിൻ്റെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുമ്പം ഈ ഒരു ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ കറണ്ട് പാത്താണ് D2 ഇൻഡക്ടർ വഴി D1 വഴി ഇതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. നമ്മളെ മോഡ് 2ൽ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, മോഡ് 2ൽ വരുമ്പം സപ്ലൈ നിന്ന് നേരെ T3 ലോഡ് വഴി T4 വഴി അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. ആ ടൈമിൽ എന്ത് ചെയ്യും, നമ്മളെ ഇൻഡക്ടർ ചാർജ് ചെയ്യും. പക്ഷേ ചാർജ് ചെയ്യുന്ന ടൈമിലേക്കും ഒരു നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ. എന്തെങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. മുന്നത്തെ കണ്ടീഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഈ ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ T3ഉം T4ഉം ഓഫാക്കി എന്ത് ചെയ്യും, നമ്മൾ കറണ്ട് ഫ്ലോ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, D1 വഴി ഇതുവഴി അതല്ല ഡിസ്ചാർജ് മോഡ് 2ൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, T3നും അതേപോലെ T3നും T4നും നമ്മൾ ഓഫാകുന്ന ടൈമിൽ നമ്മൾ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ D4 വഴി ലോഡ് വഴി D3 വഴി എന്ത് ചെയ്യും, അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മളെ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ വിത്ത് RL ലോഡ് വരുന്നത്. ജസ്റ്റിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കറണ്ടിനും വോൾട്ടേജിനും വേറെ വേവ് ഫോം ആയിരിക്കും. കാരണം ഇൻഡക്ടർ ലോഡ് വരുന്നത് ചാർജിങ് ഡിസ്ചാർജിങ് വരുന്നതുകൊണ്ട് വേറെ വേവ് ഫോം ആയിരിക്കും. മുന്നേ ഡിസ്കസ് ചെയ്ത റെസിസ്റ്റൻസിൽ എന്തായിരിക്കും, രണ്ടിനും ഒരേ വേവ് ഫോം ആണ്. കാരണം റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, അറ്റ് എ ടൈം T1ഉം T2ഉം കണ്ടക്ട് ചെയ്യും. അടുത്തത് എന്ത് ചെയ്യും, T3ഉം T4ഉം കണ്ടക്ട് ചെയ്യും. T1ഉം T2 ഓഫ് ആകുന്ന ടൈമിൽ കറണ്ടിന് പോകാൻ വേണ്ടിയുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡയോഡ് എടുത്തത്. ഡയോഡ് എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ഡയോഡായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മളെ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ് വരുന്നത്.